സിനിമാ പ്രേമികളുടെ കാത്തിരിപ്പിന് വിരാമം ഇട്ടുകൊണ്ട് കൽക്കി 2898 AD തിയേറ്ററുകളിൽ എത്തിയിരിക്കുന്നു. ഇന്ത്യൻ മിത്തോളജിയുടെ വർണ്ണപ്പൊലിമയിൽ ഫാന്റസിയും ഫിക്ഷനും ഒക്കെ കൂടിച്ചേർന്ന ഒരു മാസ്മരിക ലോകമാണ് സംവിധായകൻ നാഗ് അശ്വിൻ പ്രേക്ഷകന് മുന്നിലേക്ക് തുറന്നിടുന്നത്. ഒരുപക്ഷെ ഇന്ത്യൻ സിനിമയിൽ തന്നെ ആദ്യമായിരിക്കും ഇങ്ങനെ ഒരു പരീക്ഷണം. മഹാഭാരതത്തെ പിൻപറ്റി ആരംഭിക്കുന്ന കഥാപരിസരം മുന്നോട്ട് പോകുന്തോറും കൂടുതൽ വികസിക്കുകയാണ് കൽക്കിയുടെ ആദ്യ പകുതിയിൽ. വരാനിരിക്കുന്ന ഐതിഹാസിക നിമിഷങ്ങൾക്കായി പ്രേക്ഷകനെ പാകപ്പെടുത്തുന്ന വിധമാണ് സിനിമയുടെ തുടക്കം അത്രയും. മുൻ സിനിമകളെ അപേക്ഷിച്ച് നായകൻ പ്രഭാസിന്റെ പ്രകടനവും കയ്യടി അർഹിക്കുന്നു. നായികയായി എത്തിയ ബോളിവുഡ് താരം ദീപിക പദുകോണിന് ദക്ഷിണേന്ത്യൻ സിനിമാ ലോകത്ത് അരങ്ങേറാൻ ഇതിലും മികച്ചൊരു കഥാപാത്രം ഇനി ലഭിക്കുമോ എന്നും സംശയമാണ്. അമിതാഭ് ബച്ചനും കമൽഹാസനും തീർക്കുന്ന അവിസ്മരണീയമായ പ്രകടനം കൽക്കിയെ കൂടുതൽ മികവുറ്റതാക്കുന്നു. മലയാളികളുടെ പ്രിയതാരം ശോഭനയുടെ കരിയറിലെ മികച്ച കഥാപാത്രങ്ങളിലൊന്നാകും കൽക്കിയിലെ മറിയം. പ്രഖ്യാപനം മുതലേ കേൾക്കുന്ന ചില സർപ്രൈസ് എൻട്രികളും സംവിധായകൻ കാണികൾക്കായി ഒരുക്കി വെച്ചിട്ടുണ്ട്. ക്യാമറയും എഡിറ്റിംഗും അടക്കമുള്ള ടെക്നിക്കൽ ടീമിന്റെ എഫേർട്ട് പ്രേക്ഷകനെ കൽക്കിയുടെ ലോകത്തേക്ക് കൂട്ടിക്കൊണ്ടുപോകുന്നതിൽ നിർണായക പങ്കുവഹിക്കുന്നു. എല്ലാത്തിനും മുകളിൽ പ്രേക്ഷകനെ കോർത്തിരിപ്പിക്കുന്ന ദൃശ്യങ്ങൾ ഒരുക്കിയ VFX ടീം ഇരിക്കട്ടെ ഒരു കുതിരപ്പവൻ. കാഴ്ചക്കാരിൽ അഡ്രിനാലിൻ റഷ് ഉണ്ടാക്കുന്ന ഒരുപിടി രംഗങ്ങളാൽ സമ്പന്നമായ രണ്ടാം പകുതിയിൽ സംഗീത സംവിധായകൻ സന്തോഷ് നാരായണൻ ഒരുക്കുന്ന പശ്ചാത്തല സംഗീതം എടുത്തു പറയേണ്ടതാണ്. നൂറ്റാണ്ടുകൾക്ക് മുൻപും ശേഷവും സഞ്ചരിക്കുന്ന കഥാപരിസരം എത്രത്തോളം പ്രേക്ഷകർക്ക് ഗ്രഹിക്കാൻ കഴിയുന്നു എന്നതിനെ ആശ്രയിച്ചിരിക്കും കൽക്കിയുടെ ബോക്സ് ഓഫീസ് വിജയം. കൽക്കിയുടെ വിസ്മയലോകം ഇവിടം കൊണ്ടൊന്നും അവസാനിക്കില്ലെന്ന് പ്രേക്ഷകനെ ബോധ്യപ്പെടുത്തിക്കൊണ്ടാണ് സിനിമ അവസാനിക്കുന്നത്. ഒരു കാര്യം ഉറപ്പ്, ഈ കണ്ടതൊക്കെ മഞ്ഞുമലയുടെ ഒരു അറ്റം മാത്രം. കാത്തിരിക്കാം കൽക്കിയുടെ പുതിയ അത്ഭുത കാഴ്ചകൾക്കായി.